നമസ്കാരം. LDFിൻ്റെ പ്രതിപക്ഷ നേതാവായി CPM PB അംഗം പിണറായി വിജയൻ തന്നെ എത്തിയേക്കും. ഇത് സംബന്ധമായുള്ള ചർച്ച CPM PBയിൽ നടക്കാനാണ് സാധ്യത. കേരളത്തിൽ തീരുമാനിക്കേണ്ട പ്രശ്നമാണെങ്കിലും ഞെട്ടിക്കുന്ന തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ചർച്ച CPM PBയിലേക്ക് കൂടി നീളുന്നത്. ഇന്നലെയും ഇന്നുമായി CPM PB യോഗം ഡൽഹിയിൽ നടക്കുകയാണ്. CPMലെ ഏറ്റവും കരുത്തുറ്റ നേതാവായതിനാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ നിർണായകമാകും. ശാരീരിക അവശതകൾ ചൂണ്ടിക്കാട്ടി പിണറായി പിന്മാറുകയാണെങ്കിൽ KN ബാലഗോപാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയേക്കും. P രാജീവും KK ശൈലജയുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനാൽ ബാലഗോപാലിന് തന്നെയാണ് നിലവിൽ സാധ്യത. 35 സീറ്റിൽ LDF ഒതുങ്ങിയിരിക്കെ ശക്തനായ നേതാവ് നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യകതയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ചർച്ചയായത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി തന്നെ നയിക്കണം എന്ന ആവശ്യം സെക്രട്ടേറിയറ്റിൽ ഉയർന്നതും. പ്രതിപക്ഷ നേതാവായി പുതിയ മുഖം വേണമെന്ന ആവശ്യം CPI ഉയർത്തിയിട്ടുണ്ട്. ഇത് എത്രമാത്രം CPM കണക്കിലെടുക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ തോൽവിയിൽ ഒരു മുഖ്യ പങ്ക് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനുണ്ടെന്ന് CPM നേതാക്കളിൽ പലരും വിശ്വസിക്കുന്നുണ്ട്. PM ശ്രീയിൽ ഉൾപ്പെടെ CPM പിന്മാറേണ്ടി വന്നത് CPIയുടെ നിലപാട് കാരണമാണ്. സംസ്ഥാനത്ത് ലഭിക്കേണ്ട 1500 കോടിയോളം രൂപ ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട് കാരണം നഷ്ടമായി. ഇടത് നിലപാടിൽ നിന്നും വ്യതിചലിച്ചാണ് സർക്കാരും CPMഉം നീങ്ങുന്നതെന്ന CPI വിമർശനം ഇടതുപക്ഷത്ത് വലിയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവും വേണമെന്ന് CPI ആവശ്യമുയർത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ എന്താകും CPM നിലപാടെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. പാർലമെന്ററി വ്യാമോഹം സൃഷ്ടിച്ച വലതു വ്യതിയാനം പാർട്ടിയെ സംഘടനാപരമായി ക്ഷീണിപ്പിക്കുന്നെന്ന വിമർശനം CPMൽ ശക്തമാണ്. കണ്ണൂരിലെ പുറത്താക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിമത നേതാക്കളുടെ വിജയവും ഇതിന് ഉദാഹരണവുമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തെറ്റുതിരുത്തൽ പ്രക്രിയ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കെ ഇതിലേക്കും CPM കടന്നേക്കും. 21 മുതൽ 23 വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാകും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്.